ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെജ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ഷെസ്വാൻ വെജ് ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതുപോലെ തന്നെ ഇതുണ്ടാക്കണമെങ്കിൽ ഷെസ്വാൻ സോസ് വേണം. അപ്പോൾ അത് പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയും കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഈ ഒരു ഷെസ്വാൻ വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് സെല്ല ബസ്മതി റൈസ് ആട്ടോ. ഒരു 4 കപ്പ് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകി എടുത്തിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് നോർമൽ നമ്മൾ ബസ്മതി റൈസ് എടുത്താലും മതി. സെല്ല ബസ്മതി റൈസ് ആകുമ്പോൾ ഒന്നുകൂടെ നല്ല പെർഫെക്ഷൻ കിട്ടും, നല്ലൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്, കാണാനും നല്ല ഭംഗിയാണ് സെല്ല ബസ്മതി റൈസ് വെച്ചിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ഏത് ഫ്രൈഡ് റൈസ് ആണെങ്കിലും. അപ്പോൾ അരി കഴുകിയ ശേഷം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അരി വേവിക്കാനുള്ള വെള്ളം കുറച്ചധികം വെള്ളത്തിൽ അരി വേവിച്ചെടുക്കണം, എന്നാൽ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോകുള്ളൂ കേട്ടോ. അത് ഞാൻ ഡീറ്റെയിലായിട്ട് മുമ്പൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അരി വേവിക്കുന്നത് എങ്ങനെയെന്ന് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ, ഡീറ്റെയിലായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം വെള്ളം തിളയ്ക്കുന്ന സമയത്ത് അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക, ഓപ്ഷണലാണ്. ചേർത്ത് കൊടുത്താൽ നല്ലതാണ്, നല്ലൊരു കളർ കിട്ടും നമ്മുടെ ഫ്രൈഡ് റൈസിന്. അപ്പം നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ആ ഒരു അരി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 8 മിനിറ്റൊക്കെ വേണ്ടി വരും, 8-10 മിനിറ്റൊക്കെ വേണ്ടി വരും നമ്മുടെ അരി ഒന്ന് വെന്ത് റെഡിയാവാൻ വേണ്ടിയിട്ട്. സെല്ല ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ ഒരു പാതി വേവിലൊന്നും എടുക്കാൻ പാടില്ല. ഫ്രൈഡ് റൈസിലോട്ട് വേവ് അത്യാവശ്യം ആവണം, പക്ഷേ വെന്ത് കുഴയാനും പാടില്ല. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഇത് ഡ്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുവാണെങ്കിലും അരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഒരു സ്ട്രെയിനറിലോട്ട് നമ്മുടെ അരി ഇട്ട് കൊടുക്കുകയാണ്. അരിയല്ല, ചോറ് ഇട്ട് കൊടുക്കുകയാണ്. പാക വേവിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ കഴിച്ച് നോക്കുമ്പം വെന്തിട്ടുണ്ടാവണം, എന്നാൽ ഭയങ്കരമായിട്ട് വെന്ത് കുഴയാനും പാടില്ല. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിനറിലിട്ട ശേഷം ഇതുപോലെ ഒരു പരന്ന പ്ലേറ്റിലോട്ട് ഇത് അപ്പം തന്നെ മാറ്റുക. അപ്പോഴാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അത് ഞാൻ മുമ്പത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ചെയ്താൽ നല്ല പെർഫെക്ഷൻ ഉണ്ടാവും നമ്മുടെ ഫ്രൈഡ് റൈസിന്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഊറ്റിയെടുക്കാനുണ്ട്, അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. വലിയൊരു പ്ലേറ്റിൽ, അല്ലെങ്കിൽ 2-3 പ്ലേറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചാലും മതി. അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള ചോറ് റെഡിയായി. ഇനി നമുക്ക് ഈ ഒരു ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഷെസ്വാൻ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഷെസ്വാൻ സോസ് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള സോസാണ്. അപ്പോൾ അതിനോട് നമുക്ക് കുറച്ച് റെഡ് ചില്ലി പേസ്റ്റ് വേണം. ഇത് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റെഡ് ചില്ലി പേസ്റ്റാണ്, പക്ഷേ ഞാനിത് ഈ ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നില്ല. ഇത് നമ്മുടെ ഉണക്കമുളക് ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ച ശേഷം അതിൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് സീഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത ശേഷം തൊലി മാത്രം കുറച്ച് വെള്ളത്തിൽ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അതാണ് ഈ ഒരു പേസ്റ്റ് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര സ്പൈസി ആകും. പിന്നെ അതുപോലെ നമ്മളത് സോക്ക് ചെയ്ത് വെക്കാനും അത് പേസ്റ്റ് ആക്കാനൊക്കെ കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ അത് ഇതിലെടുക്കുന്നില്ല കേട്ടോ. അത് ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ചതായിരുന്നു, അപ്പോൾ ഞാൻ എടുക്കുന്നില്ല. ഞാനിവിടെ വേറൊരു മെത്തേഡാണ് കാണിക്കുന്നത്, ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതിനായിട്ടൊരു ബോൾ എടുക്കുക. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, അത് അധികം എരിവുണ്ടാവില്ല, പക്ഷെ നല്ല കളറുണ്ടാവും. എന്നാലും നമുക്ക് എന്താ പറയുക, ഫ്രൈഡ് റൈസിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ സുഖമായിട്ട് ഇട്ട് കൊടുക്കുക, അത്ര തന്നെ സ്പൈസി അല്ലാത്തതുകൊണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. വെള്ളമാണ്, സാധാ വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം മാത്രം മതി. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലിങ്ങനെ പൊടിയായിട്ട് കെടുക്കാൻ പാടില്ല, അതിങ്ങനെ പേസ്റ്റ് പരുവത്തിലായി കിട്ടണം. നമ്മൾ ഇതിൽ പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവാൻ പാടില്ല. ആ ഒരു രീതിയിൽ നല്ലോണം പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക. ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ആ ഒരു ചുമയ്ക്കുന്നൊരു വല്ലാത്തൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവില്ലേ, അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇതാ ആ ഒരു പേസ്റ്റ് റെഡിയായി, ചില്ലി പേസ്റ്റാണിത്. ഇനി നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഇത് നേരെ ചേർക്കുന്നല്ല കേട്ടോ, അത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ സോസ് റെഡിയാവുക. അപ്പോൾ അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക. എന്നിട്ട് അതിലോട്ട് ചെറിയ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അതിലോട്ട് ഈ ഒരു ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഒരു ചില്ലി പേസ്റ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുളക് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് സീഡ് റിമൂവ് ചെയ്തിട്ട് അത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് പകരം വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി ഇത് നല്ലോണം കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ ഒരു വല്ലാത്തൊരു മണമൊക്കെ ഒന്ന് മാറി ചെറിയ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വരുന്നവരെയൊക്കെ കാണും. ആ ഒരു സ്റ്റേജിലാണ് നമുക്കിതിലോട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സോസ് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അത് ഇങ്ങനെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും.
അപ്പോൾ ഇതാ ഞാൻ ഓരോ സ്റ്റേജും കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഇത് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കരുത്. അത്യാവശ്യം കുക്ക് ചെയ്തെടുക്കാനുണ്ട്. കണ്ടോ അങ്ങനെ കട്ടിയായിട്ട് വരുന്നുണ്ട്. ഒരു എണ്ണ അങ്ങനെ സെപ്പറേറ്റ് ആവുന്ന പോലെ തോന്നും. ഇങ്ങനെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന വരെ തോന്നും. നമ്മൾ ആദ്യം ചേർക്കുന്ന സമയത്ത് പാനിൽ ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കും. പിന്നെ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് അതിൻ്റെ ആ ഒരു കളറ് മാറുന്നതും ഒരു എണ്ണ അങ്ങനെ മുകളിൽ തെളിയുന്നതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ചില്ലി പേസ്റ്റ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഈ ഒരു സോസ് ചേർത്ത ശേഷമാണ് നമ്മുടെ ആ ഒരു മിക്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സോസിൻ്റെ ഒരു പരുവത്തിലായിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അത് ചേർത്ത ശേഷം ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഷെസ്വാൻ സോസ് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് നമ്മൾ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുക, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂണും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ഷെസ്വാൻ സോസ് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി മുകളിൽ ഇങ്ങനെ എണ്ണ തെളിയുന്ന വരെ ഒന്നാണ്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പം റെഡിയായി. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്ന കേട്ടോ. ചൂടാറിയിട്ട് ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കണ്ടോ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് കാണാം. ആ ഒരു സോസ് ഇങ്ങനെ എന്താ പറയുക പാനിൽ നിന്ന് വിട്ട് വരുന്ന പോലെയൊക്കെ തോന്നും. അപ്പം ഈ ഒരു സ്റ്റേജിലാണ് നമ്മുടെ സോസ് റെഡിയായെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഷെസ്വാൻ സോസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫ്രൈഡ് റൈസ് തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കാൻ നോക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഷെസ്വാൻ സോസ് നമ്മൾ വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റും, മാക്രോണി ഉണ്ടാക്കാൻ പറ്റും, പാസ്ത ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ സ്പെഗറ്റി ഉണ്ടാക്കാൻ പറ്റും, നൂഡിൽസൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഷെസ്വാൻ സോസ് വെച്ചിട്ട് ഒരു 1-2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും നമ്മൾ ഉണ്ടാക്കുന്നതിലോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെസ്വാൻ സോസ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിത് മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ ഇപ്പം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ ചേർത്ത് കൊടുക്കുക. നല്ല റെഡ് കളറിലായിരിക്കും നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഈ ഒരു ഫ്രൈഡ് റൈസിലോട്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം എന്താ കാരണം എന്നുള്ളത്. അപ്പം എണ്ണ ചൂടായ ശേഷം അതിലോട്ട് എണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം വെളുത്തുള്ളി ഒരു 3-4 ക്ലവ്സ് എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ, അതുപോലെ സവോള ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. സ്പ്രിംഗ് ഓണിയൻ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടി ആദ്യം ചേർത്തിട്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം കുറച്ചധികം ബീൻസ് എടുത്തിട്ടുണ്ട്, ഫ്രഞ്ച് ബീൻസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ക്യാരറ്റ്, അതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ അതൊക്കെ ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അധികം കുക്ക് ചെയ്യരുത് കേട്ടോ വെജിറ്റബിൾസൊക്കെ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ലൈറ്റ് സോയ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സോയ സോസ് 2 തരത്തിലുണ്ട്, ഡാർക്കും ഉണ്ട് ലൈറ്റും ഉണ്ട്. ഡാർക്ക് ആണെങ്കിൽ നിങ്ങൾ 1-1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ലൈറ്റ് സോയ സോസ് ആയതുകൊണ്ടാണ് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും വെജിറ്റബിൾസിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. വെജിറ്റബിൾസ് ഓവർ കുക്ക് ആവാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിലോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മുടെ ഷെസ്വാൻ സോസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നല്ല റെഡ് കളറിൽ വേണമെന്നാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പം അധികം സ്പൈസി അല്ല കേട്ടോ ഇങ്ങനെ ചേർക്കുമ്പോൾ. പക്ഷേ ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുമ്പോഴാണ് നല്ല സ്പൈസി ആയിട്ട് വരിക. അപ്പോൾ സ്പൈസിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കളർ കണ്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ഇത് മാത്രം മതി നമുക്ക് എന്താ പറയുക നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. വെജ് ഫ്രൈഡ് റൈസും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചിക്കനും ചേർത്തിട്ടില്ല, എഗ്ഗ് ചേർത്തിട്ടില്ല, വെജിറ്റബിൾസ് മാത്രമേ ചേർത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സോസ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ടോ, നല്ലൊരു ഓയിലി ടെക്സ്ചർ അല്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ കുറച്ചധികം ഓയിലല്ലേ ഈ വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് നല്ലൊരു ഓയിലി ടെക്സ്ചർ വന്നത്. അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കും. അപ്പോൾ കുറച്ച് ഓയിലാണ് നമ്മൾ വെജിറ്റബിൾസ് സോട്ട് ചെയ്യുന്നതെങ്കിൽ ഡ്രൈ ആയിട്ട് കിടക്കും. പിന്നെ നമ്മുടെ സെല്ലാ ബസ്മതി റൈസും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നല്ലൊരു പെർഫെക്ഷനിൽ വന്നിട്ടുള്ളത് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇതുവരെ സെല്ലാ ബസ്മതി റൈസ് വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, വെജ് ഫ്രൈഡ് റൈസ്.
അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ എത്രത്തോളം ഉണ്ടെന്ന്. നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെയാണ്. വെറുതെ ഇരുന്ന് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രൈ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് മന്തി. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ്, പക്ഷേ അതിന് മുമ്പ് കൂടുതൽ ആൾക്കാരും ട്രൈ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെസിപ്പി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോൾ ഞാൻ നോർമലായിട്ടുള്ള ഫ്രൈഡ് റൈസ് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടാക്കിയതാണ്. സ്പൈസി അധികം ഇഷ്ടമില്ലാത്തവർക്ക് നോർമലായിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഇത് നമ്മുടെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് അല്ല, അപ്പോൾ അതുകൊണ്ട് സോസ് നിർബന്ധമായിട്ടും ചേർക്കണം. സോസ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.